ക്ലൈമാക്സ് വെരി വെരി റോമാഞ്ചിഫിക്കേഷൻ. ഈ കിമോയ്ക്ക് ഇഷ്ടമായി, എനിക്ക് വളരെ ഇഷ്ടമായി. ടർബോ ജോസ് വളരെ എനിക്ക് ഇഷ്ടമായി. ആ ക്ലൈമാക്സ് ഒക്കെ ഇടിയൊക്കെ ഈ കിമോയ്ക്ക് ഇഷ്ടമായി. ഒരു നടിക്ക് കിമോയ്, കെട്ടിയടിക്ക് കിമോയ്, വളർത്തിയടിക്ക് കിമോയ്. ക്ലൈമാക്സ് ഒക്കെ അടിപൊളി രോമാഞ്ചൻ. വെരി വെരി റോമാഞ്ചിഫിക്കേഷൻ, വെരി വെരി റോമാഞ്ചിഫിക്കേഷൻ. ഫുൾ ഫൈറ്റ് അടിപൊളി പടം, സൂപ്പർ. അടിപൊളി പെർഫോമൻസ്, അടിപൊളി. ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല, അടിപൊളി. എന്നറിയോ, ഞാനാണ് കിമോയ്. അങ്ങോട്ട് തീ പറിച്ചു. അടിപൊളി പടം, കിടിലൻ പടം. ഇഷ്ടപ്പെട്ടു. ഒന്നൊരു രക്ഷയില്ല, രോമം ഒരു രക്ഷയില്ല, അന്യായം. പൂർവ്വമാണ് ഒന്നുമില്ല. ക്ലൈമാക്സ് ഒക്കെ പൊളി, ചീറിയൊക്കെ കയറി. പടം കിട്ടില്ല പടം. അതായത് മമ്മൂക്കയുടെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിലില്ല, അത് മമ്മൂക്കയുടെ പെർഫോമൻസ് മാത്രമേ ഉള്ളൂ പടത്തില്. ക്ലൈമാക്സിലൊക്കെ ഫൈറ്റും കാര്യങ്ങളും അതൊക്കെ മമ്മൂക്കയുടെ എനർജി കാണും, കിട്ടില്ല തന്നെ. അത് 2024 ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ. അതാണ് ടർബോ. ഈ ടർബോക്ക് സെക്കൻഡ് പാർട്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതൊക്കെ കാണാൻ വെയിറ്റിംഗ് ആണ്. വില്ലനെ പറ്റി ഒരുപാട് പറയണല്ലോ. വില്ലൻ കുഴപ്പമില്ല, അത് രാജ്വി ഷെട്ടി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ വില്ലനെ കണ്ട ആ ഒരു വില്ലന്റെ അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. വില്ലന്റെ ക്യാമറ കാര്യങ്ങളൊക്കെ കിടലായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും പടം ശരിയല്ല. കണ്ടില്ല, സിനിമ അടിപൊളി. അതാ പറഞ്ഞ നമുക്ക് നിങ്ങൾ എന്ത് ഭാവിച്ച നിങ്ങൾ വീണ്ടും മാസം നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ലവ് യു. നമുക്ക് തീ പാലിച്ചോ. തിയേറ്റർ എടുത്ത് കുലുങ്ങിയായിരുന്നു. നല്ല പടം. അതെല്ലാം കണ്ട് പുലിമുരുകനെ കാണുന്നതോടെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ മാറി മിഥുനായെന്നേ ഉള്ളൂ. അതുപോലെ വൈശാഖ് പടം ഒരു ടിപ്പിക്കൽ വൈശാഖ് പടം, വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ കഥ ഒരു മെമ്മറില്ല, അത് ആ ഒരു ടൈപ്പ് തന്നെയാണ് പോകുന്നത്. പിന്നെ അവസാനത്തെ ഫൈറ്റ് മമ്മൂട്ടി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, കിട്ടില്ലാനായിട്ട് മമ്മൂട്ടി ചെയ്തിട്ടുണ്ട്. പടം ബാക്ക്ഗ്രൗണ്ട് സ്കോറും വളരെ നന്നായിട്ട് റുദ്രനായിട്ടുണ്ട്. ഓവറോൾ സ്ക്രിപ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ സെറ്റൊക്കെ ഞാൻ പറയുന്നത് രാജ്വി ഷെട്ടി കുഴപ്പമില്ല, പുള്ളിയുടെ ഒരു വെറൈറ്റി ആയിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ സുല്ല്, തെലുങ്കയുടെ സുല്ലും നന്നായിട്ടുണ്ട് കേട്ടോ. പുള്ളി ഒരു കോമഡി ടൈപ്പാണ് ചെയ്തിരിക്കുന്നത്, പുള്ളി നന്നായിട്ട് ചെയ്തിരിക്കുന്നത് സുല്ല്. സൂപ്പർ, ഒരു രക്ഷയില്ല. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. പക്ക ഫാമിലി മാസ് എന്റർടൈനർ തന്നെയാണ്. രാജ്വി ഷെട്ടി നമുക്കടെ ലെവൽ ഐറ്റമായിട്ടാണ് നിൽക്കുന്നത്. റോമാഞ്ചിഫിക്കേഷൻ ഐറ്റം, അതിക്കൂടെ ഒന്നും പറയാനില്ല. നമുക്കൊരു ഇടിപ്പടം തരുമെന്ന് പറഞ്ഞു. അത് തന്നെയാണ് 72കാരന്റെ അഴിഞ്ഞാട്ടമാണ് പടത്തിൽ ആദ്യം മുതൽ അവസാനം. ജോസേട്ടന്റെ ഇടി ഒരു രക്ഷയില്ല. അച്ചായൻ വേറെ ലെവലല്ലേ പറയുന്നത്. അച്ചായ ഒരു രക്ഷയില്ല. ക്ലൈമാക്സ് ട്വിസ്റ്റ് ഇട്ടാണ് നിർത്തിയേക്കുന്നത്. സോ സെക്കൻഡ് ഹാഫ് രണ്ടാം ഭാഗം ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് വേറെ ലെവലായിട്ടായിരിക്കും. മമ്മൂക്കയുടെ ഈ ഇടിപ്പടങ്ങളിൽ 8 മിനിറ്റ് ആയിട്ട് നിൽക്കും. ഈ കഴിഞ്ഞിടയ്ക്ക് ഇത്ര RDXന് ശേഷം എനിക്ക് തോന്നുന്നു ഇത്രയും നല്ല സാധനം വന്നിട്ടേ ഇല്ല. മരണ മാസ്, ഇത്രയും മാസ് ആ ഒരു എക്സൈറ്റ്മെന്റിലാണ്. ഭയങ്കര അടിപൊളി മാസാണ്. തകർത്തു, മമ്മൂക്ക എല്ലാരും തകർത്തു. നല്ല സ്റ്റോറിയില് ശരിക്കും ടർബോ ആണ്. അവസാനമൊക്കെ കണ്ടു നമുക്ക് ത്രില്ലടിച്ചിരിക്കും. മാസ് കാണേണ്ടവർ ഇതാണ് മരണ മാസ്. അല്ല നമുക്ക് അടിപൊളി അടിപൊളി മാസ്. എന്തോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി ഇടിപ്പടാണ്. അതിനൊക്കെ നല്ലൊരു കഥയുണ്ട്. പക്ഷെ തിയേറ്ററിൽ മാസിനൊക്കെ ഇച്ചിരി ഓളം വെപ്പ് കുറവായിട്ട് തോന്നിയായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നല്ലൊരു സൂപ്പർ മമ്മൂട്ടി പ്രായത്തിൽ നന്നായിട്ട് അടിപൊളിയായിട്ട് ആക്ഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫാൻസിന് എന്തായാലും നല്ലൊരു ട്രീറ്റ് ആയിരിക്കും. പടം തീ പാറിക്കും. മമ്മൂട്ടി ഫാൻസ് എന്തായാലും 100% തീ പാറിക്കും.
അടിപൊളി സൂപ്പർ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു എഴുപത്തിമൂന്നാം വയസ്സിൽ അദ്ദേഹം ഇങ്ങനെ അഭിനയിക്കണ്ടെങ്കിൽ പൊന്നോ എന്ത് മാസം എന്റെ പൊന്നു ചേട്ടാ 71 വയസ്സായപ്പോൾ ഒരിക്കലും അറിയില്ല. അത്ര ഇടി മാത്രമുള്ള പടത്തില് ആ ഒരു അരമണിക്കൂർ പുള്ളി ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ഒന്നും പറയാനോ അടിപൊളി. തീ പാറിക്കും തന്നെ പറയാം. മമ്മൂട്ടി തീ പാറിച്ചു അടിപൊളി. മമ്മൂട്ടിനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പടത്തിലെ ഏറ്റവും വലിയ അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി കട്ടൊക്കെ നിൽക്കാണ്. മമ്മൂട്ടിനെ കളിച്ചപ്പോ ഒരു പടി മേളിലായിരുന്നു വില്ല. അടിപൊളിയാണ് പടം. ഫുൾ ഓൺ ആക്ഷൻ മോഡാണ്. മമ്മൂക്ക ആക്ഷൻ രംഗങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു പടമാണ്. ആക്ഷൻ ബ്ലോക്കുകളൊക്കെ കൊള്ളാം. കഥയിൽ പ്രത്യേകിച്ച് പുതിയൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും ആക്ഷൻ മൂവി ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ പറ്റിയ പടമാണ്. നല്ല പടം